സ്റ്റാർ സിംഗർ സീസൺ 10-ൻ്റെ 27ാമത് എപ്പിസോഡിനെ കുറിച്ചാണ് ഈ വീഡിയോ. ഈ പ്രാവശ്യം ടോസ് കിട്ടുന്നത് ഗുരുകുലത്തിനാണ്. രണ്ടാമത് പാടാനാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. ആദ്യം പാടാനായി കോൺവെൻറ്റ് സ്കൂളിന് അയക്കുന്നു. എല്ലാവർക്കും അറിയാം ജൂനിയേഴ്സ് വേഴ്സസ് സീനിയേഴ്സ് മത്സരങ്ങളാണ് നടക്കുന്നതെന്ന്. ഈ എപ്പിസോഡിൽ ആദ്യമായി പാടാനെത്തുന്നത് വൈശാഖനാണ്. വൈശാഖനെ സപ്പോർട്ട് ചെയ്യാനെത്തുന്നത് സീസൺ 9-ലെ പ്രിയ താരം അനുശ്രീയാണ്. തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിൽ ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയ ഗാനമാണ് ഡ്യുവറ്റ് റൗണ്ടിൽ ഇവർ പാടുന്നത്. ആദ്യമായി കണ്ടനാൾ എന്ന എക്കാലത്തെയും സൂപ്പർ ഡ്യൂപ്പർ സോങ് അതിമനോഹരമായി അവതരിപ്പിച്ച വൈശാഖന് ഗോൾഡൻ സ്റ്റാർ ആണ് ലഭിച്ചത്. വൈശാഖൻ്റെ ഹാട്രിക് പെർഫോമൻസ് കൂടിയാണ് ഇത്. അടുത്തതായി പാടാനെത്തുന്നത് ഋതികയും ജോയലുമാണ്. സീസൺ 9-ലെ അതിമനോഹരമായൊരു ശബ്ദത്തിനുടമയായിരുന്നു ഋതിക. സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ മമ്മൂട്ടി ചിത്രം മഴയത്തു മുൻപേയിലെ ഗാനമാണ് ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്നു പാടിയ എന്തിനു വേറൊരു സൂര്യോദയം എന്ന ഗാനം വളരെ മികച്ച രീതിയിൽ ഇവർ അവതരിപ്പിച്ചു. ഈ ഗാനത്തിന് ജോയലിന് ലഭിച്ച മാർക്ക് 98 അടുത്തതായി സിനിമാ താരങ്ങളായ മല്ലിക സുകുമാരനും അനശ്വര രാജനും എത്തുന്നുണ്ട്. വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി കൂടിയാണ് ഇവർ എത്തിയത്. അടുത്തതായി പാടാനെത്തുന്നത് സീസൺ 9-ൻ്റെ പ്രിയ താരം ശ്രീരാഗും സീസൺ 10-ൻ്റെ അഭിമാന താരമായിട്ടുള്ള കൃഷ്ണശ്രീയുമാണ്. പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന ചിത്രത്തിലെ ദാസേട്ടനും ജാനകിയമ്മയും ചേർന്ന് പാടിയ ഗാനമാണ് ഇവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കൊഞ്ചി കരയല്ലേ മിഴികൾ നിറയല്ലേ എന്ന ഈ സൂപ്പർ ഡ്യൂപ്പർ ഗാനം അതിമനോഹരമായ രീതിയിൽ പെർഫെക്ഷനോടുകൂടി അവതരിപ്പിച്ച കൃഷ്ണശ്രീക്ക് 100-ൽ 100 മാർക്കാണ് ലഭിച്ചത്. അതെ, ഇതൊരു ഗോൾഡൻ സ്റ്റാർ പെർഫോമൻസ് ആയിരുന്നു. ഗുരുകുലത്തിൽ നിന്ന് ആദ്യമായി പാടാനെത്തുന്നത് സൂര്യനാരായണനാണ്. സൂര്യനെ സപ്പോർട്ട് ചെയ്യാനായി എത്തിയിട്ടുള്ളത് സീസൺ 9-ലെ നീലിമയാണ്. ഹിസ് ഐനസ് അബ്ദുള്ള എന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ ചിത്രത്തിലെ ഗോപികാ വസന്തം തേടി വനമാലി എന്ന മനോഹരമായിട്ടുള്ള ഗാനമാണ് ഇവർ രണ്ടുപേരും കൂടി അവതരിപ്പിച്ചത്. സിറ്റി ട്രാഫിക് എന്ന ചിത്രത്തിൽ പാടാനുള്ള അവസരം സൂര്യന് ലഭിച്ചിട്ടുണ്ട്. സൂര്യന് കിട്ടിയ മാർക്ക് 99. അടുത്തതായി പാടാനെത്തുന്ന കോംബോ ശിവപ്രിയയും അരവിന്ദുമാണ്. സീസൺ 9-ൻ്റെ ടൈറ്റിൽ വിന്നർ കൂടിയാണ് അരവിന്ദ്. ബണ്ടി ഓർ ബബ്ലി എന്ന ഹിന്ദി ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനമായ കജരാരെ കജരാരെ എന്ന ഗാനമാണ് ഇവർ രണ്ടുപേരും കൂടി അതിമനോഹരമായ രീതിയിൽ അവതരിപ്പിച്ചത്. ശിവപ്രിയയുടെ ഈ സീസണിലെ ഏറ്റവും മികച്ച പെർഫോമൻസായി ഇതിനെ വിലയിരുത്താം. ഈ സൂപ്പർ പെർഫോമൻസിലൂടെ ആദ്യമായി ഗോൾഡൻ സ്റ്റാർ നേടിയിരിക്കുന്നു ശിവപ്രിയ. ഈ എപ്പിസോഡിൽ അവസാനമായി പാടാനെത്തുന്ന ജോഡികൾ ദിശയും ദീപുവുമാണ്. സെമി ക്ലാസിക്കൽ ഗാനങ്ങൾ പെർഫെക്ഷനോടുകൂടി അവതരിപ്പിക്കുന്നതിൽ പേരുകേട്ട താരമാണ് ദിശ. അന്യൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് ദീപുവും ദിശയും ചേർന്ന് അവതരിപ്പിക്കുന്നത്. അയ്യങ്കാര് വീട്ട് അഴകെ എന്ന സൂപ്പർ ഡ്യൂപ്പർ തമിഴ് സോങ്ങാണ് ഇവർ രണ്ടുപേരും കൂടി മികച്ച രീതിയിൽ അവതരിപ്പിച്ചത്. ദിശയുടെ പ്രകടനം ഏറ്റവും മികച്ചു നിന്ന ഈ പെർഫോമൻസിന് ദീപുവിന് ലഭിച്ചത് 99 മാർക്കാണ്. ഈ എപ്പിസോഡിൽ കോൺവെൻറ്റ് സ്കൂളിനും ഗുരുകുലത്തിനും ലഭിച്ചത് ഒരേ മാർക്കാണ് 298. അതേ, ഈ മത്സരം ടൈ ആയിരിക്കുന്നു. ഈ എപ്പിസോഡിലെ AI ആക്യുറേറ്റ് സിംഗേഴ്സ് 2 പേരാണ്. കൃഷ്ണശ്രീക്കും ശിവപ്രിയയ്ക്കുമാണ് 97.9 എന്ന സ്കോർ ലഭിച്ചിട്ടുള്ളത്. ആദ്യമായാണ് 2 പേർക്ക് ഈ ടൈറ്റിൽ ലഭിക്കുന്നത്. ഏത് ജോഡിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യാമോ? താങ്ക് യു.